കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 ഡിസംബർ മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് 6:49 മുതൽ 2025 ഡിസംബർ മാസം 15-ാം തീയതി രാത്രി 9:19 വരെയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസം, അതായത് 2025 ഡിസംബർ മാസം 15-ാം തീയതി തിങ്കളാഴ്ച, അന്ന് സഫല ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നു. കേരളത്തിൽ ഇത് തൃപ്രയാർ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തവണ വരുന്ന മഹാദ്വാദശിക്ക് പറയുന്ന പേര് പക്ഷവർദ്ധിനി മഹാദ്വാദശി എന്നാണ്. പൗഷ് മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി, സഫല ഏകാദശി. സർപ്പങ്ങളിൽ വെച്ച് ആദിശേഷനും പക്ഷികളിൽ വെച്ച് ഗരുഡനും ആകാശഗോളങ്ങളിൽ വെച്ച് സൂര്യനും ചന്ദ്രനും യജ്ഞങ്ങളിൽ അശ്വമേധവും ദേവന്മാരിൽ വിഷ്ണുവും വളരെ പ്രാധാന്യമുള്ളവരായി പ്രധാനപ്പെട്ടതായി നമ്മൾ കണക്കാക്കുന്നു. അതുപോലെ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത് ഏകാദശി എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജനന മരണ ചക്രങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആത്മാവിന് മരണമില്ല. ആത്മാവ് ഓരോ ജന്മങ്ങളിലും ചെയ്യുന്ന ആ പാപത്തിൻ്റെ പുണ്യത്തിൻ്റെ ഫലത്തിനനുസരിച്ചിട്ട് പിന്നീട് ഓരോ ശരീരങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന പാപങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ ഒരുപക്ഷെ ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചു തീർക്കും. അത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ ആ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം അടുത്ത ജന്മങ്ങളിലൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം പുറത്ത് മോക്ഷം നൽകണമേ എന്നാണ് എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നത്. ഓരോ ഏകാദശി വ്രതം എടുക്കുമ്പോഴും നമ്മൾ കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും തെറ്റുകൾ ചെയ്യാതെ എല്ലാവരെയും സ്നേഹിച്ച് മാനവ സേവയാണ് മാധവ സേവ എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നാണ് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത് ഏകാദശി എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഏകാദശിയുടെ വ്രതകഥ. അത് ഭഗവാൻ തന്നെയാണ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ആ വ്രതകഥ നമ്മൾ മനസ്സിലാക്കണം, കേൾക്കണം. എന്നിട്ട് ഏകാദശി വ്രതം എടുത്തതിന് ശേഷം നമ്മൾ പാരണ വീടും. ആ പാരണ വീടുന്ന ആ സമയത്തും ഏകാദശി ദിവസവും നമ്മൾ എന്തു ചെയ്യണം? ഈ കഥ കേൾക്കണം. ഏകാദശി ദിവസം നമ്മൾ ഈ കഥ കേട്ട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഏകാദശിയുടെ പാരണ വീടുന്ന സമയത്ത് ഇപ്പോൾ ഒരാളെ ഭഗവാൻ ആ കഥയിലൂടെ രക്ഷിച്ചു എന്നാണ് ചെയ്യുന്നത് എന്ന് വെക്കുക. ഒരു ബ്രാഹ്മണനെ രക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ബ്രാഹ്മണനെ ഭഗവാൻ, എന്നിട്ട് കഥ ഇങ്ങനെ പറഞ്ഞിട്ട് പറയണം, ആ ബ്രാഹ്മണനെ ഭഗവാൻ എങ്ങനെയാണോ രക്ഷിച്ചത് അതുപോലെ എന്നെയും രക്ഷിക്കണമേ, എൻ്റെ പാപങ്ങളും കൂടി പുറത്തു നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വ്രതം ആ പാരണാസമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഥ ഉൾപ്പെടുത്തുന്നുണ്ട്. ഏകാദശി എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലെ പാരണാസമയം നമ്മൾ പറയുന്നുണ്ട്. കാരണം ഏകാദശി തിഥി അനുസരിച്ചിട്ട് പാരണാസമയങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരിവാസര സമയവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, അതിനേക്കാളുപരി ക്ഷമയോടുകൂടി ഇരുന്ന് കേൾക്കണം. ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കുന്നത്? ഏകാദശിയുടെ തലേ ദിവസം നമ്മൾ ഒരിക്കൽ ഉണ്ണണം. അതിനുശേഷം ഏകാദശി ദിവസം സാധാരണ നമ്മൾ ഒരു തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും ഉപയോഗിക്കാറില്ല. പക്ഷേ പഴയ കാലത്ത് കേരളത്തിൽ ഗോതമ്പ്, റവ ഒക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ വൈഷ്ണവ വിശ്വാസം അനുസരിച്ചിട്ട് ഒരു തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും ഉപയോഗിക്കാറില്ല. ഒന്നുകിൽ നമുക്ക് ഉപവസിച്ച് ഏകാദശി വ്രതം എടുക്കാം, അല്ലെങ്കിൽ
ജലം മാത്രം കുടിച്ചിരുന്ന് ഏകാദശി വ്രതം എടുക്കാം, അല്ലെങ്കിൽ പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാം, അല്ലെങ്കിൽ ഏകാദശി പുഴുക്ക് കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാം, അല്ലെങ്കിൽ ഏകാദശി ദിവസം അനുവദിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാം. നമ്മുടെ ഇഷ്ടം. ഉപവസിക്കാം. എങ്ങനെയാണോ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യാം. ചായ കുടിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ, അത്രയുമായിട്ട് ക്രമപ്പെടുത്തുക. പീരീഡ്സ് ആയിരിക്കുന്ന ആളുകൾ ക്ഷേത്രത്തിൽ പോകണ്ട, വിളക്ക് തെളിയിക്കേണ്ട, പക്ഷേ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, ഏകാദശി വ്രതം പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, പിറ്റേ ദിവസം പാരണ വീടുന്ന സമയത്ത് കുളിച്ച് നാമം ജപിച്ച് നമ്മുടെ മുറിയിലിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. പുലയായാലും ബാലായ്മയായാലും പീരീഡ്സ് ആയാലും അങ്ങനെ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് ഏകാദശിയുടെ വ്രതകഥ ഒന്ന് നോക്കാം. അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, അല്ലയോ മാധവ, പൗഷ് മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ട്, അതായത് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി നാരായണനെ പ്രാർത്ഥിക്കണം, 1000 വർഷം തപസ്സു ചെയ്യുന്നതിൻ്റെ പുണ്യമാണ് ഈ ഏകാദശി വ്രതം എടുത്താലെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പൗഷ് മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിക്ക് സഫല ഏകാദശി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, രാജസൂയ യജ്ഞം ചെയ്യുന്നതിന് തുല്യമാണ് ഈ ഏകാദശി വ്രതം എടുക്കുന്നത് എന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പണ്ട് ചമ്പാവതി എന്ന ഒരു നഗരമുണ്ടായിരുന്നു. ആ നഗരത്തിൽ മഹിഷ്മനൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്ത മകൻ്റെ പേരാണ് ലുംബകൻ. അയാൾ ഒരു ദുഷ്ടനായിരുന്നു, പാപിയായിരുന്നു, പിതാവിൻ്റെ സ്വത്ത് ധൂർത്തടിക്കുന്ന ഒരുവനായിരുന്നു, വേശ്യാസ്ത്രീകൾക്ക് ആ സമ്പത്തെല്ലാം കൊണ്ട് കൊടുത്തിരുന്നു, ദേവന്മാരെയും ബ്രാഹ്മണരെയും വൈഷ്ണവരെയും ഒക്കെ അപമാനിച്ചിരുന്നു. അങ്ങനെ ഈ ലുംബകൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ആ രാജ്യത്തിലെ ജനങ്ങളെല്ലാം വളരെയധികം കഷ്ടപ്പെട്ടു. പക്ഷേ രാജാവിനോട് തൻ്റെ പുത്രനെ പറ്റി എങ്ങനെ പറയുമെന്നോർത്ത് ജനങ്ങളെല്ലാവരും അതങ്ങ് സഹിച്ചു. പക്ഷേ കാലം കഴിഞ്ഞു, അവർക്ക് സഹിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. അങ്ങനെ നിവൃത്തികെട്ട് അവരെല്ലാവരും കൂടി ചെന്ന് രാജാവിനോട് പറഞ്ഞു, ഈ മകൻ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് രാജാവ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതോടുകൂടി രാജാവിന് വളരെയധികം ദേഷ്യം തോന്നുകയും തൻ്റെ രാജ്യത്തിന് വേണ്ടി, തൻ്റെ പ്രജകൾക്ക് വേണ്ടി അദ്ദേഹം ആ മകനെ ഉപേക്ഷിക്കുകയും ചെയ്തു. പിതാവ് ഉപേക്ഷിച്ചതോടുകൂടി എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അങ്ങനെ ഇയാൾ ആ നഗരത്തിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു കാട്ടിലേക്ക് പോകുന്നു. പകലെല്ലാം അവിടെ ആ കാട്ടിലിങ്ങനെ ചുറ്റിത്തിരിഞ്ഞു നടക്കും. ഏതെങ്കിലും വന്യമൃഗങ്ങളെ, പക്ഷികളെയൊക്കെ പിടിച്ച് തല്ലിക്കൊന്ന് ചുട്ടു തിന്നും. രാത്രിയാകുമ്പം നഗരത്തിലേക്ക് ഇറങ്ങും. അവിടെ മോഷണമാണ് പതിവ്. ഇയാളാണ്, ഈ ലുംബകനാണ് വരുന്നത് കൊണ്ട് പലപ്പോഴും ഈ ഭടന്മാർ ഇയാളെ വെറുതെ വിടുകയും ചെയ്തു. കാരണം രാജഭടന്മാരാണ്, അവർക്ക് നല്ല പരിചയമുള്ള ആളാണ്, രാജാവിൻ്റെ മകനാണ്. അതുകൊണ്ട് പലപ്പോഴും അവരങ്ങ് കണ്ണടയ്ക്കുകയും ചെയ്തു. അങ്ങനെ കാലം കുറേ കഴിഞ്ഞു. ഈ ലുംബകനങ്ങ് അവശനായി. നമുക്കറിയാം, ചിലപ്പോൾ അബദ്ധവശാൽ ഓരോ ജീവികൾക്കും ദൈവകൃപ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരാളാണ് ആര്? അജാമിളൻ. അജാമിള മോക്ഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ദിവസം ഈ ലുംബകൻ ഇങ്ങനെ തളർന്ന് ഒരു അരയാലിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് രാത്രിയിൽ. ഈ അരയാൽ ആ കാട്ടിലെ വളരെ പുരാതനമായ ഒരു അരയാലാണ്. ഒരു ദൈവീകതയൊക്കെ ഉള്ള ഒരു അരയാലാണ്. ധാരാളം ആളുകൾ ആ അരയാലിൻ്റെ ചുവട്ടിൽ വന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഈ സഫല ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം ക്ഷീണിച്ച് ഈ അരയാലിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വന്ന് കിടന്നു. ആ സമയത്ത് ഇയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ സമയത്തൊക്കെ ഇങ്ങനെ വളരെ തണുപ്പുള്ള സമയമാണ്. അങ്ങനെ തണുത്ത് വിറച്ച് ബോധം പോയി ഈ ദശമി ദിവസം ഇയാൾ ഈ അരയാലിൻ്റെ ചുവട്ടിൽ കിടന്നങ്ങ് ബോധം കെട്ട് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം, അതായത് ഏകാദശി ദിവസം രാവിലെ ബോധം വീണു. സൂര്യൻ്റെ ആ ചെറിയ ചൂടൊക്കെ ഏറ്റപ്പോൾ ബോധം വീണു. അങ്ങനെ കാട്ടിലേക്ക് എന്തെങ്കിലും ഭക്ഷിക്കുവാൻ കിട്ടുമോ എന്നറിയാനായിട്ട് പോയി. പക്ഷേ ഭയങ്കര ക്ഷീണിതനാണ്. അതുകൊണ്ട് തന്നെ ഈ
പക്ഷികളെയൊന്നും കൊന്നു തിന്നാനുള്ള ഒരു ആരോഗ്യം ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കാട്ടിൽ കിടന്ന കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ ഇയാളിങ്ങനെ ശേഖരിച്ചു. പക്ഷേ ഈ നോൺ വെജ് കഴിച്ച് ശീലിച്ചത് കൊണ്ട് ഈ പഴങ്ങളൊന്നും തിന്നാനായിട്ട് ഇയാൾക്കൊരു ആഗ്രഹം തോന്നിയില്ല. അങ്ങനെ തൻ്റെ അവസ്ഥയെ പറ്റിയൊക്കെ ഓർത്തിങ്ങനെ ദുഃഖിച്ച് ഈ പഴങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്ത് ഇങ്ങനെ വേച്ചു കൊണ്ടുവന്ന് ഈ അരയാലിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ അങ്ങ് സമർപ്പിച്ചു. എന്നിട്ട് അങ്ങിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എനിക്ക് ഈ വിധി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ താൻ ചെയ്ത ആ പ്രവർത്തികളെ പറ്റിയൊക്കെ ഓർത്ത് കുറ്റബോധം ഉണ്ടാവുകയും അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സഫല ഏകാദശി ദിവസം പകലും രാത്രിയുമൊക്കെ ഇയാൾ ഉറങ്ങാതിരുന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു ദിവ്യമായ രഥം അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും, നീ ഈ സഫല ഏകാദശി വ്രതം അറിയാതെയാണെങ്കിലും അനുഷ്ഠിച്ചതുകൊണ്ട് നിൻ്റെ പാപങ്ങളെല്ലാം പുറത്തിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നിൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി നിൻ്റെ അച്ഛൻ്റെ കൂടെ നീ സ്വസ്ഥമായി സമാധാനമായി നല്ല ഒരു മനുഷ്യനായി ജീവിക്കുക, നിനക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് ഒരു അശരീരി അവിടെ കേൾക്കുകയും ചെയ്തു. അതോടുകൂടി ഇയാൾ എന്തു ചെയ്തു? തൻ്റെ രാജ്യത്തിലേക്ക് പോകുന്നു. എന്നിട്ട് അച്ഛനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അച്ഛന് ബോധ്യം വരുന്നു. പിന്നീട് ഇയാൾ വളരെ ധർമ്മിഷ്ഠനായിട്ട് അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നു. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രാജാവ് മരണപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നു. അങ്ങനെ ഈ ലുംബകന് രാജ്യം കൊടുക്കുന്നു. അങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ വേദങ്ങളും പറയുന്നതനുസരിച്ചിട്ട് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഈ ലുംബകൻ രാജ്യം ഭരിക്കുന്നു. കുറച്ചു കാലം രാജ്യം ഭരിച്ചതിന് ശേഷം മക്കൾക്ക് ഈ രാജ്യമൊക്കെ കൊടുത്തതിന് ശേഷം ഇദ്ദേഹം കാട്ടിലേക്ക് പോവുകയും അവിടെ തപസ്സനുഷ്ഠിച്ച് മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് വ്രതകഥ. എന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, അല്ലയോ അർജുന, സഫല ഏകാദശിയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരെ വാലും കൊമ്പുമില്ലാത്ത മൃഗങ്ങളായി കണക്കാക്കണം. സഫല ഏകാദശിയുടെ മഹത്വം കേൾക്കുന്നവർക്ക് ഒരു രാജസൂയ യജ്ഞം ചെയ്ത ഫലം ലഭിക്കുകയും ചെയ്യും. ഭഗവാന്റെ അപാരമായ കാരുണ്യം ഈ ഏകാദശി വ്രതം എടുത്താൽ ലഭിക്കും. ഒരാൾ അറിയാതെ ദൈവത്തെ സ്മരിച്ചാൽ പോലും അവർക്ക് ഭഗവാന്റെ കാരുണ്യം ലഭിക്കും. ആത്മാർത്ഥമായി പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവരുടെ ഏറ്റവും വലിയ തെറ്റുകൾ പോലും ക്ഷമിക്കുകയും അങ്ങനെ ലുംബകനെ പോലെയുള്ള മഹാപാപികൾക്ക് വൈകുണ്ഠം സാധ്യമാക്കി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ഭഗവാനോട് ക്ഷമ ചോദിക്കുകയും സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ഈ കഥ ഏകാദശി ദിവസം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പാരണാസമയത്ത് വീണ്ടും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഈ ലുംബകനെ ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ ലുംബകൻ്റെ പാപങ്ങൾ ഭഗവാൻ പുറത്തതുപോലെ ഞങ്ങളുടെ പാപങ്ങളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പാരണ വീടണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് ഓരോരോ സ്ഥലങ്ങളിലെ പാരണ സമയം കൂടി നോക്കാം. ആദ്യമായിട്ട് കേരളത്തിലാണ് 2025 ഡിസംബർ മാസം 15-ാം തീയതി തിങ്കളാഴ്ചയാണ് ഏകാദശി, സഫല ഏകാദശി. അതുകൊണ്ട് തന്നെ 16-ാം തീയതിയാണ് പാരണ വീടേണ്ടത്. കേരളത്തിൽ 16-ാം തീയതി രാവിലെ 6:29 മുതൽ 8:49 വരെയാണ്. തമിഴ്നാട് 6:24 മുതൽ 8:40 വരെ. കർണാടക 6:34 മുതൽ 8:51 വരെ. ആന്ധ്ര 6:28 മുതൽ 8:44 വരെ. തെലുങ്കാന 6:39 മുതൽ 8:52 വരെ. ഗോവ 6:54 മുതൽ 9:09 വരെ. ഒറീസ 6:15 മുതൽ 8:26 വരെ. മഹാരാഷ്ട്ര 7:04 മുതൽ 9:16 വരെ. മധ്യപ്രദേശ് 6:55 മുതൽ 9:03 വരെ. ബീഹാർ 6:29 മുതൽ 8:35 വരെ. ഉത്തർപ്രദേശ് 6:48 മുതൽ 8:54 വരെ. ഡൽഹി 7:07 മുതൽ 9:11 വരെ. പഞ്ചാബ് 7:18 മുതൽ 9:20 വരെ. രാജസ്ഥാൻ 7:09 മുതൽ 9:14 വരെ. ഹരിയാന 7:13 മുതൽ 9:15 വരെ. ജാർഖണ്ഡ് 6:23 മുതൽ 8:32 വരെ. ഛത്തീസ്ഗഡ് 6:34 മുതൽ 8:44 വരെ.
കാശ്മീർ 7:26 മുതൽ 9:26 വരെ. ഹിമാചൽ പ്രദേശ് 7:13 മുതൽ 9:15 വരെ. ആസാം 6:03 മുതൽ 8:09 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:31 മുതൽ 7:49 വരെ. വെസ്റ്റ് ബംഗാൾ 6:09 മുതൽ 8:19 വരെ. ഗുജറാത്ത് 7:23 മുതൽ 9:32 വരെ. ഡെറാഡൂൺ 7:08 മുതൽ 9:10 വരെ. ഇനി ദുബായ് 6:57 മുതൽ 9:04 വരെ. അബുദാബി 6:59 മുതൽ 9:07 വരെ. ബഹ്റൈൻ 6:18 മുതൽ 8:24 വരെ. കുവൈറ്റ് 6:36 മുതൽ 8:39 വരെ. റിയാദ് സൗദി അറേബ്യ 6:30 മുതൽ 8:38 വരെ. ദോഹ ഖത്തർ 6:12 മുതൽ 8:19 വരെ. ഷാർജ 6:57 മുതൽ 9:04 വരെ. ഒമാൻ 6:41 മുതൽ 8:50 വരെ. സ്കോട്ട്ലാൻഡ് എഡിൻബർഗ് 8:39 മുതൽ 10:03 വരെ. UK മാഞ്ചസ്റ്റർ 8:20 മുതൽ 9:50 വരെ. അർമേനിയ 8:18 മുതൽ 10:10 വരെ. ജർമ്മനി 8:12 മുതൽ 9:44 വരെ. ലിബിയ 8:03 മുതൽ 10:03 വരെ. നൈജീരിയ 6:38 മുതൽ 8:57 വരെ. സ്വീഡൻ 8:40 മുതൽ 9:53 വരെ. ഇറ്റലി 7:31 മുതൽ 9:21 വരെ. സിംഗപ്പൂർ 6:59 മുതൽ 9:23 വരെ. ചൈന 7:07 മുതൽ 9:01 വരെ. മാലിദ്വീപ്സ് 6:05 മുതൽ 8:28 വരെ. മലേഷ്യ 7:11 മുതൽ 9:34 വരെ. പോണ്ടിച്ചേരി 6:23 മുതൽ 8:41 വരെ. സാംബിയ 5:31 മുതൽ 8:08 വരെ. ഇസ്രായേൽ 6:32 മുതൽ 8:33 വരെ. സൗത്ത് ആഫ്രിക്ക 5:30 മുതൽ 8:23 വരെ. ജോർജിയ 8:21 മുതൽ 10:11 വരെ. ഉഗാണ്ട 6:42 മുതൽ 9:07 വരെ. അമേരിക്ക ന്യൂയോർക്ക് 7:14 മുതൽ 9:05 വരെ. കാനഡ 7:37 മുതൽ 9:21 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 8:02 മുതൽ 9:40 വരെ. ഓസ്ട്രേലിയ ഉച്ചയ്ക്കാണ് ഓസ്ട്രേലിയയിൽ 2:26 മുതൽ 5:21 വരെ. ജോർദാൻ 7:46 മുതൽ 9:31 വരെ. മാൾട്ട 7:57 മുതൽ 9:37 വരെ. റഷ്യ 8:54 മുതൽ 10:19 വരെ. ഫിലിപ്പൈൻസ് 6:29 മുതൽ 8:29 വരെ. ഇനി നമുക്ക് ന്യൂസിലാൻഡിലെ കാര്യം നോക്കാം. ന്യൂസിലാൻഡിൽ ശ്രദ്ധിക്കുക, 16-ാം തീയതിയാണ് ഏകാദശി, 17-ാം തീയതിയാണ് പാരണ വീടേണ്ടത്. 17-ാം തീയതി രാവിലെ 5:43 മുതൽ 7:27 വരെ. ബാക്കി ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും 15-ന് ഏകാദശി, 16-ന് പാരണ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ പൊതുവായിട്ട് ഏകാദശി പാരണ ദിവസങ്ങൾ പറയുന്നത്, പാരണ സമയങ്ങൾ പറയുന്നത്. ഫിലിപ്പൈൻസ് നമ്മൾ ഇത്തവണ പുതുതായി പറഞ്ഞതാണ്, നമ്മളോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഇനിയുള്ള എല്ലാ ഏകാദശി വീഡിയോകളിലും ഫിലിപ്പൈൻസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ ഇനി മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ പാരണാസമയം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക, അതിന് മറുപടി ഞാൻ നൽകാം. അടുത്ത വീഡിയോ മുതൽ വീഡിയോയിൽ ആ സ്ഥലം കൂടി ഉൾപ്പെടുത്താം. ഇത്രയും കാര്യങ്ങളാണ് പാരണയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത്. പാരണാസമയത്ത് നമ്മൾ കുളിക്കുക, നമ്മൾ ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം കഥ പറഞ്ഞ് വ്രതം അവസാനിപ്പിക്കാം. അതല്ല വീട്ടിലാണെങ്കിൽ കുളിച്ച് നമ്മൾ വിളക്കൊക്കെ തെളിയിച്ച് നാമം ജപിച്ച് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കഥയൊക്കെ പറഞ്ഞ് ഭഗവാന് പ്രസാദമൊക്കെ സമർപ്പിച്ച് നമസ്കരിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം, തീർത്ഥം സേവിച്ച്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഭഗവാന്റെ പ്രസാദമായി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കഴിക്കാവുന്നതാണ്. കഴിയുന്നതും ഏകാദശി ദിവസം നമ്മളിപ്പോൾ എന്ത് കഴിച്ചാലും അത് പ്രസാദമായി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
കാരണം നമ്മളിപ്പോൾ ഒരു പുഴുക്കുണ്ടാക്കി ഏകാദശി പുഴുക്ക് കുറച്ചെടുത്തിട്ട് ഒന്ന് ഭഗവാൻ ഒന്ന് നൈവേദ്യമായിട്ട് സമർപ്പിച്ച്, അല്ലെങ്കിൽ നമ്മൾ അല്പം പാല് കാച്ചി അത് ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചിട്ട്, കുറച്ച് പഴങ്ങളുണ്ട് അത് ഭഗവാൻ നൈവേദ്യമായി സമർപ്പിച്ചിട്ട്, അങ്ങനെയൊക്കെ നമുക്ക് അത് പ്രസാദമായി സ്വീകരിക്കുക. അതാണ് നമ്മൾ ഏകാദശി ദിവസം പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. കാരണം ഭക്ഷണം കഴിക്കുകയല്ല, പ്രസാദം അന്നത്തെ ദിവസം പ്രസാദമായിട്ടാണ് വേണ്ടത് നമ്മൾ ഓരോന്നും ഭക്ഷിക്കാനായിട്ട്. ആ കാര്യങ്ങളൊന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഹരിവാസര സമയം അത് എപ്പോഴാണ് എന്ന് നോക്കാം. ഹരിവാസര സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഫലസിദ്ധിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. 15-ാം തീയതി ഉച്ചയ്ക്ക് 2:44 മുതൽ 16-ാം തീയതി വെളുപ്പിന് 4 മണി വരെയാണ് ഹരിവാസര സമയം. അപ്പോൾ ആ സമയത്ത് പരമാവധി തവണ നാരായണ നാമം ജപിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശി ഗുരുവായൂർ ഏകാദശിയായിട്ടും, വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി തൃപ്രയാർ ഏകാദശിയായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അതാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 ഏകാദശികളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഏകാദശിയും അതിന് മുമ്പലത്തെ ഏകാദശിയുമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. നിങ്ങൾക്ക് ഏകാദശിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. പരമാവധി സമയം നാമം ജപിക്കുക. ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കുന്ന എല്ലാവരും വ്രതമായി തന്നെ എടുക്കുക. അതിന് സാധിക്കാത്ത ആളുകൾ അന്നേ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി സമയം നാമം ജപിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.